നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വെളുപ്പിക്കാൻ പല വഴി. നോട്ട് അസാധുവാക്കലിനെ തുടർന്നുണ്ടായ ബാങ്കിംഗ് ഇടപാടുകളിൽ വിശദ പരിശോധനയുമായി കേന്ദ്രം. കറൻസി പിൻവലിക്കലിനു ശേഷം പുതുതായി തുടങ്ങിയത് 2 കോടിയിലേറെ ബാങ്ക് അക്കൗണ്ടുകൾ എന്ന വിവരം. ഇവയിൽ ഇതുവരെ നിക്ഷേപമായി എത്തിയത് 3 ലക്ഷം കോടിയോളം രൂപ. പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന ക്യാമ്പയിനെ തുടർന്ന് 2 വർഷത്തിനിടെ 20 കോടി അക്കൗണ്ടുകൾ രാജ്യത്ത് തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു പ്രചരണവുമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 കോടിയിലേറെ അക്കൗണ്ടുകൾ ഉണ്ടായതിൽ ദുരൂഹത. അതിനിടെ നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് ചെറുകിട വ്യവസായ മേഖലയിൽ 35% പേർക്ക് തൊഴിൽ നഷ്ടമായതായി പഠന റിപ്പോർട്ട്. സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ 50% ഇടിവുണ്ടായെന്നും ഇത് തൊഴിൽ നഷ്ടം കൂട്ടുമെന്നും വിലയിരുത്തൽ. വടിയെടുത്ത് പിണറായി. വിജിലൻസിനെതിരായ IAS ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ തടഞ്ഞ മുഖ്യമന്ത്രി. IASകാരുടെ സമരത്തിന് ന്യായീകരണമില്ല. സമരത്തിലൂടെ സർക്കാരിനെ ഏതെങ്കിലും വഴിക്ക് നടത്താമെന്നാണ് വിചാരമെങ്കിൽ അതിന് ഈ സർക്കാർ തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിജിലൻസ് ഡയറക്ടറോടുള്ള പ്രതിഷേധ സൂചകമായി കൂട്ടവധി പ്രഖ്യാപിച്ചിരുന്ന IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് രാവിലെ. ഇക്കാര്യത്തിൽ IAS അസോസിയേഷൻ ഭാരവാഹികളോട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതായും പ്രതിഷേധത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നതായും പിന്നീട് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി. അന്വേഷണവും കേസും വരുമ്പോൾ വികാര പ്രകടനം സ്വാഭാവികം. പക്ഷേ അതിന് സമരത്തിന്റെ രൂപം നൽകുന്നത് ശരിയായ നടപടിയല്ല. സർക്കാരിനെതിരായ നീക്കമല്ല, തങ്ങളുടെ ആശങ്ക അറിയിക്കാനാണ് അവധിയെന്ന IAS ഉദ്യോഗസ്ഥരുടെ നിലപാടിനെ തുറന്ന മനസ്സോടെ കാണുന്നതായും പിണറായി. മരണത്തിൽ മറയുന്നത്. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. കോളേജിലേക്ക് നടത്തിയ KSU SFI മാർച്ചിൽ സംഘർഷം. ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കോളേജ് അടിച്ചു തകർത്തു. കോഴിക്കോട് സ്വദേശിയും 1ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയുമായ ജിഷ്ണു പ്രണോയിയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട്. ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് അധികൃതരിൽ നിന്നുണ്ടായ മർദ്ദനമെന്ന് ബന്ധുക്കൾ. എന്നാൽ പരീക്ഷയ്ക്ക് കോപ്പിയടിച്ചതിന്റെ പേരിൽ ജിഷ്ണുവിനെ താക്കീത് ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്ന് കോളേജ് അധികൃതർ. സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി C രവീന്ദ്രനാഥ്. മാറുന്ന മുഖപടം. സമാജ്വാദിയിൽ പാർട്ടി ചിഹ്നത്തിനായി വടംവലി മുറുകുന്നതിനിടെ മകൻ അഖിലേഷ് യാദവുമായി ഒരു പ്രശ്നങ്ങളുമില്ലെന്ന് മുലായം. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പിന്നിൽ പാർട്ടിയിലെ ഒരാളെന്നും രാംഗോപാലിനെ ലക്ഷ്യമിട്ട് ഒളിയമ്പ്. സൈക്കിൾ ചിഹ്നത്തിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുലായം സിംഗ്. അതേസമയം 90% ജനപ്രതിനിധികളും തങ്ങൾക്കൊപ്പമെന്ന അവകാശവാദവുമായി അഖിലേഷ് പക്ഷം. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് രാംഗോപാൽ യാദവ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിളർപ്പൊഴിവാക്കാൻ അനുരജ്ഞന നീക്കവുമായി മുതിർന്ന നേതാവ് അസം ഖാൻ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.